ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്തുമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ നിലവിലുള്ള സാഹചര്യം അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അത് മാറ്റാനായിട്ട് ഉള്ള ഗൈഡൻസ്, യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു സമയം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജസ്, നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കളക്റ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ഇത് നിങ്ങൾ ഏത് സമയത്താണ് കാണുന്നത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ സ്പ്രെഡ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നമ്മുടെ റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് പറയട്ടെ, കുറേ ആൾക്കാർ കോമൻസിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്, കൈ എങ്ങനെയുണ്ട്, ബെറ്റർ ആയോ എന്നുള്ളത്. റീകവർ ആവുന്നുണ്ട്, ബെറ്റർ ആവുന്നുണ്ട്, പക്ഷെ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഡെയിലി റീഡിങ്സ് ഇടാനായിട്ട് പറ്റാത്തത്. അതുപോലെ തന്നെ കാർഡ് ഓഫ് ദി ഡേ ഇടാമോ ഡെയിലി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി കമൻസ്, എനിക്ക് മെസ്സേജസും ഒക്കെ വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഇടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ റൈറ്റ് തമ്പിനാണ് പ്രോബ്ലം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടെക്സ്റ്റിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കാർഡ് ഓഫ് ദി ഡേ ഇടുമ്പോൾ കമ്മ്യൂണിറ്റി ടാബിലാണല്ലോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്ലേസിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ കാർഡ് ഓഫ് ദി ഡേ ഇപ്പോൾ ചെയ്യാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാനത് ഷോർട്ട്സ് ആയിട്ട് ഇടാം ഡെയിലി. പക്ഷെ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടുമ്പോൾ അത്രയും ആൾക്കാരിലേക്ക് എനിക്ക് റീച്ച് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത് താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 8 എന്ന് പറയുന്ന നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇമോഷണൽ വിഡ്രോവൽ, ആക്സിലറേറ്റഡ് മോഷൻ, ചൂസ് വൈസ്ലി, ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ്, മെറ്റീരിയൽ ഹാർവസ്റ്റ്, ബേസ് ചക്ര അല്ലെങ്കിൽ റൂട്ട് ചക്ര, മൂലാധാര ചക്ര ആൻഡ് ഹ്യൂമർ, വറി, ജഡ്ജ്മെന്റ് എന്നുള്ള കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഹ്യൂമർ ആണ് നമുക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്ന് നമ്മൾ പറയാനുള്ളത്, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ഒന്നും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. പല കാര്യങ്ങളും കുറച്ച് ലൈറ്റ് ആയിട്ട് എടുക്കുക എന്നുള്ള ഒരു മെസ്സേജാണ്. നമ്മൾ എല്ലാത്തിനും ഒരു അതർ പേഴ്സ്പെക്റ്റീവ് ഉണ്ടായിരിക്കും. നമ്മൾ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ കൂടെ നോക്കി സൊല്യൂഷന് ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളെ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രോബ്ലമാണ്, കോംപ്ലിക്കേഷൻ ആണ് എന്ന് ചിന്തിക്കാതെ വന്നത് എന്താണെങ്കിലും അതിനൊരു സൊല്യൂഷൻ എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ട് എന്നുള്ള വ്യൂവിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് വറി കാർഡാണ് പറയുന്നത്. ഐ എം ലേണിംഗ് ദാറ്റ് വറി ഡസൻ ചേഞ്ച് ഇൻ ഔട്ട്കം. യെസ്, നിങ്ങൾ ഇപ്പോൾ ഒരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ, സപ്പോസ് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായി, സ്വാഭാവികമായിട്ടും നിങ്ങളവിടെ ഭയങ്കരമായിട്ട് ആശങ്കപ്പെടുക എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അങ്ങനെ തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ റിസൾട്ടിനെ മാറ്റാനായിട്ട് ഒരു തരത്തിലും സാധിക്കില്ല. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് വന്നു, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു എക്സാം ഫെയിലായി, അല്ലെങ്കിൽ ഒരു ജോബ് നഷ്ടപ്പെട്ടു, ഇതെല്ലാം വളരെ വലിയ നഷ്ടങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് ടെൻഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് തന്നെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ അതിന് റിസൾട്ടിന് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് ഇമോഷണലി നിങ്ങളൊന്ന് പുറകിലേക്ക് വലിയുക, ഒന്ന് വിഡ്രോ ചെയ്യുക. അതായത് കൂടുതൽ ഇമോഷൻസ് ആ സാഹചര്യത്തിൽ കൊടുക്കാതിരിക്കുക. അത് വന്നു, ഇനി അതിന് പാസ്റ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു, അതിന് നമുക്കൊന്നും ആക്ഷൻസ് എടുക്കാൻ സാധിക്കില്ല. പക്ഷെ ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് പ്രസന്റിൽ കറക്റ്റ് ചെയ്യാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് ഇതിനെ എങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് നിങ്ങൾ സൊല്യൂഷൻ ഫോക്കസ് ചെയ്ത് ചിന്തിക്കുക. അതാണ് ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ് വന്നിട്ടുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവ്രി വൺ ഹാസ് ദെയർ ഓൺ യുണീക്ക് പാത്ത് ആൻഡ് ചാലഞ്ചസ് എന്നുള്ളതാണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു തളർച്ച വരുന്ന സമയത്ത് നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, കാര്യം ഓരോ വ്യക്തികളുടെയും ജേർണി, അവരുടെ ടൈം പീരീഡും ടൈം ലൈനും ഭയങ്കരമായിട്ടും ഡിഫറെൻ്റ് ആണ്. ഇപ്പൊ ചില വ്യക്തികൾക്ക് 20 വയസ്സിൽ നേടുന്ന സക്സസ് ചില വ്യക്തികൾ 30 വയസ്സിലായിരിക്കും നേടുന്നത്, ചില വ്യക്തികൾ 60 വയസ്സിലായിരിക്കും നേടുന്നത്.
അപ്പോൾ നിങ്ങൾ ആ ഒരു 60 വയസ്സിലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സക്സസ് നേടാൻ അല്ലെങ്കിൽ ഈ ഒരു വിസ്ഡം ലഭിക്കാനൊക്കെ ഉള്ള ഒരു ബ്ലെസ്സിങ് ഉണ്ടായി, ഈ ഒരു ലൈഫ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് അതിന് സാധിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് വെക്കുക. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള നേട്ടങ്ങൾ നിങ്ങൾ കൗണ്ട് ചെയ്യുക, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിനോട് പറയാം. അപ്പൊ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഉള്ളിൽ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് കമ്പാരിസൺ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. കാര്യം അങ്ങനെ നിങ്ങൾ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഹോപ്പ് നഷ്ടമാവുകയാണ്. കാര്യം മനുഷ്യര് ആണ് എല്ലാവരും കമ്പാരിസൺസ് എപ്പോഴും നടത്തുന്നത് നമ്മളെക്കാട്ടിലും ഉയർന്നു നിൽക്കുന്നവരിലേക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകുന്ന സമയത്ത് വളരെ ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുന്നവരെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾ ഒരു കമ്പാരിസൺ നടത്തുന്നത്. അത് നിങ്ങളുടെ ഹോപ്പ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇപ്പൊ നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ലോസ് വരുന്ന സമയത്ത് ആക്സിഡന്റ് ഒക്കെ വന്ന് നടക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യും. കാര്യം എനിക്ക് അത്രയും സംഭവിച്ചില്ലല്ലോ എന്നുള്ളത്. പക്ഷെ അത് ആരും തന്നെ അങ്ങനെ ഒരു താഴ്ന്ന ഒരു പൊസിഷനിലേക്ക് ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് തോന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കമ്പാരിസൺസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അവസാനിപ്പിക്കുക. അതുപോലെ ഓരോ വ്യക്തികൾക്കുള്ള കഴിവുകളും വ്യത്യസ്തമാണ്, അവരുടെ ചാലഞ്ചസും വ്യത്യസ്തമാണ്. നിങ്ങളുടെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള മേഖല എന്താണ്, നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ്, ഒരു പ്രയോറിറ്റി ഇപ്പൊ ചെയ്യേണ്ട ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അതിനൊരു ആത്മപരിശോധന എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു അനാലിസിസ് നടത്തുക. എൻ്റെ ലൈഫിൽ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണ്, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് വർക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഒരു ഒരു പ്രയോറിറ്റി ചെക്ക് നടത്തുന്നത് നല്ലതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഫ്യൂവൽ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ പല വ്യക്തികൾക്കും ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിന്നൊക്കെ ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് നിങ്ങളുടെ എനർജി ഫോക്കസും കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചേസ് ചെയ്ത് അവിടെ ഒരു സക്സസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ ഇരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടേക്ക് വേണ്ടാത്തതായിട്ടുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങളിൽ നിന്ന് യൂണിവേഴ്സ് അത് തട്ടി മാറ്റുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പോയത് നിങ്ങൾക്ക് വേണ്ടാത്തതാണെന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് വളരെയധികം പ്രോഫിറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഒന്നൊന്ന് പറഞ്ഞ് ക്ലിയർ ആക്കാനും, അതുപോലെ ഫാമിലി തന്നെയാണെങ്കിലും ഇവിടെ ചില വ്യക്തികൾക്ക് ഒരു മാരേജ് ഒക്കെ കാണിക്കുന്നുണ്ട്, ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. ചില വ്യക്തികൾക്കാണെങ്കിൽ ഇവിടെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ജോലി സ്ഥിരപ്പെടുത്തുന്ന അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇത്രയും നാളും ഉണ്ടായിരുന്നത് പോലെയല്ല, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കി തരുന്ന രീതിയിലുള്ള ഒരു ജോബ് ലഭിക്കുന്നതായിട്ട് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഡിസിഷൻസ് മേക്ക് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അതിൽ ഏതാണ് അവസരം, ഓപ്പർച്യൂണിറ്റി ഏതാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ശരിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അത് വൈസായിട്ട് സെലക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രാക്ടിക്കലി സെലക്ട് ചെയ്യാന്ന് കാണിക്കുന്നുണ്ട്. പ്രാക്ടിക്കലി സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനോട് എത്രത്തോളം ആത്മാർത്ഥത പുലർത്താൻ പറ്റും. നിങ്ങളുടെ കൂടെ ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ, അത് ഇപ്പോൾ ഒരു റിലേഷൻ ആയിക്കോട്ടെ, ഒരു ജോബ് ആയിക്കോട്ടെ, എന്തെങ്കിലും വസ്തുക്കൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സ് ആയിക്കോട്ടെ, ഇത് നിങ്ങൾക്ക് എത്രത്തോളം ആത്മാർത്ഥത പുലർത്താൻ പറ്റും, നിങ്ങൾക്ക് എത്രത്തോളം അങ്ങോട്ട് എനർജി കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ അങ്ങനെ എനർജി ഇഷ്ടപ്പെട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് പ്രോഫിറ്റ് ലഭിക്കും എന്നുള്ളത്, അതിപ്പം റിലേഷൻഷിപ്പിൽ നമ്മൾ പ്രോഫിറ്റ് നോക്കുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് മനസ്സമാധാനം അവിടെ നിന്ന് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഫ്യൂച്ചറിസ്റ്റിക്കലായിട്ട് ഡെസിഷൻസ് എടുക്കുക. ഇവിടെ കൂടാതെ ഒരു ഹീലിംഗ് പ്രോസസ്സും നിങ്ങൾക്ക് നടക്കുന്നുണ്ട്. അത് നിങ്ങളുടെ റൂട്ട് ചക്ര നിങ്ങൾ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാന്നുള്ളതിനപ്പുറം ആക്ടിവേറ്റ് ചെയ്യണം, ഹീൽ ചെയ്യണം. കാര്യം ഇവിടെ ഭയങ്കരമായിട്ട് ചില വ്യക്തികൾക്ക് ജീവിതം തന്നെ മടുത്ത അവസ്ഥ കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സൂയിസൈഡൽ ടെൻഡൻസിയും, ഇനി എന്ത് ചെയ്യണം എന്ന് ഒരു എത്തും പിടിയില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ എന്നൊക്കെ
മുന്നോട്ടേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസ് ചക്ര, റൂട്ട് ചക്ര, മൂലാധാര ചക്ര ഇവിടെ ഹീൽ ചെയ്യേണ്ട ആവശ്യം കാണിക്കുന്നുണ്ട്. ഹീൽ ചെയ്ത് ബാലൻസ് ചെയ്യുക. അതിന് ബീജമന്ത്രം, ചക്ര മെഡിറ്റേഷൻസ് ചെയ്യുക, ബീജമന്ത്രംസ് യൂസ് ചെയ്യുക, കളർ തെറാപ്പീസ് യൂസ് ചെയ്യുക, റെഡ് കളർ അധികമായിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ പാഷൻ കണ്ടുപിടിക്കുക. വേണ്ടി നിങ്ങൾ ജീവിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ട ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാഷൻസ് കണ്ടെത്തി അതിന് എനർജിയും ഫോക്കസും എല്ലാം കൊടുക്കുക. ഇപ്പം പ്രയോറിറ്റി നിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു സമയം കൂടെയാണ്. നിങ്ങൾക്ക് മറ്റു വ്യക്തികളിൽ നിന്ന് പോലും ഒരു കെയറും ഒക്കെ ലഭിക്കേണ്ട ഒരു സമയം കൂടെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ പാഷൻ കണ്ടെത്തുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വളരെ വൈസായിട്ട് ഓപ്ഷൻസ് ചൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് മെറ്റീരിയൽ ഹാർവസ്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് മെറ്റീരിയലിസ്റ്റിക്കൽ പ്രോസ്പെറിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. യൂണിക്കോൺ മെസ്സേജസ് നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. പ്രോസ്പെറിറ്റി വന്നിട്ടുണ്ട്, സർപ്രൈസ് വന്നിട്ടുണ്ട്, മാജിക് വന്നിട്ടുണ്ട്. യെസ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാജിക് ഉടനെ തന്നെ വരുന്നുണ്ട്. ഇവിടെ നമ്പർ 9 വന്നിട്ടുണ്ട്. ലക്ക് അതിൻ്റെ ഒരു നമ്പറാണ്. ദർ ഇസ് മാജിക് അറൗണ്ട് യു, സോ എക്സ്പെക്ട് എക്സൈറ്റ്മെന്റ്, എൻജോയ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് ഒരു യൂണിവേഴ്സ് തന്നെ ഒരു മാജിക് കൊണ്ടുവരുന്നുണ്ട്. അത് ഹോപ്പ് വയ്ക്കുക, ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രോസസ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. പ്രോസ്പെറിറ്റി ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. ഇവിടെ മെറ്റീരിയൽ ഹാർവസ്റ്റ് ഓൾറെഡി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പ്രോസ്പെറിറ്റി ഈസ് ഫ്ലോയിങ് ടുവേർഡ്സ് യു, സോ ബി ഓപ്പൺ ടു റിസീവിങ് ഇറ്റ്. അപ്പം ഇനി എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല, എനിക്കൊന്നും ഇനിയില്ല എന്നുള്ള ആ ഒരു നെഗറ്റീവ് തിങ്കിങ് മാറ്റിയിട്ട്, യെസ്, ഇത് ഒരു ചാപ്റ്റർ കഴിഞ്ഞതാണ്, ഇനി അടുത്തൊരു ചാപ്റ്ററിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ എൻ്റെ പാഷൻസിന് ഞാൻ പ്രയോറിറ്റി കൊടുക്കും, എനിക്ക് പ്രയോറിറ്റി കൊടുക്കും, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ നേടിയെടുക്കും എന്നുള്ള ഒരു അഫർമേഷൻ പോസിറ്റീവായിട്ട് നിങ്ങൾ പറയുക. നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങളൊരു ഗ്രാറ്റിറ്റ്യൂഡും കൂടെ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ഒരു പോസിറ്റീവ് തിങ്കിങ് നിങ്ങളുടെ ഉള്ളിലും പോസിറ്റിവിറ്റി കൊണ്ടുവരും. അത് നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക്കൽ വെൽത്തും കൊണ്ടുതരും. കൂടാതെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് സർപ്രൈസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ലുക്ക് ഫോർ ദ അൺഎക്സ്പെക്റ്റഡ് ടുഡേ എന്നുള്ളതാണ്. ചില വ്യക്തികൾക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വെൽത്ത് വരുന്നത്, അല്ലെങ്കിൽ സർപ്രൈസസ് വരുന്നത്. സർപ്രൈസസ് എന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ്, അല്ലേ? കാര്യം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങളുടെ ഒരു ഹീലിംഗ് പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റഡ് ആവുക. ഇവിടെ പീകോക്ക് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അതൊരു പ്രോസ്പെറിറ്റിയുടെ ഒരു സിമ്പിളാണ് ഇതെല്ലാം തന്നെ. നേച്ചറുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ട്, ഹാർട്ട് ചക്ര ഹീൽ ആവുന്നുണ്ട്, റൂട്ട് ചക്ര നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രൗൺ ചക്ര, സഹസ്രാര ചക്ര നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ടൈം പീരീഡും കൂടെ ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം വിഷ് ഫുൾഫിൽമെന്റ് ആണ് നടക്കാൻ പോകുന്നത്. ആൻഡ് നമുക്ക് ഡിവൈനിൽ നിന്നുള്ള ഒരു ഗൈഡൻസ് ആണ്. ഡെത്ത് ആൻഡ് റീബർത്തിനെ കുറിച്ച് പറയുന്ന ഒരു മെസ്സേജാണ്. കാരണം നമ്മുടെ സോളിന് വലിയ വലിയ പേർപ്പസുകളുണ്ട്. ഈ പേർപ്പസുകൾ കംപ്ലീറ്റ് ചെയ്യാൻ, അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല ലൈഫ് ടൈംസ് എടുക്കുന്നുണ്ട് ഭൂമിയിൽ. അങ്ങനെ പല പല ലൈഫ് ടൈംസ് എടുക്കുന്നതിൽ ഒരു ജന്മം മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. ഇതിനു മുൻപുള്ള ജന്മങ്ങളിൽ ചെയ്ത കർമ്മത്തിന്റെ ഗുണവും അതുപോലെ തന്നെ ദോഷവും നിങ്ങൾ ഈ ഒരു ലൈഫ് ടൈമിൽ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ലൈഫ് ടൈമിൽ ചെയ്യുന്ന കർമ്മത്തിന്റെ ഗുണവും ദോഷവും ഇനി അങ്ങോട്ട് മുന്നോട്ടും ഒരു കർമ്മ ഫോം ചെയ്ത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കർമാസിലേക്ക് അടിയുറച്ച് വിശ്വസിക്കുക. ഈ കർമ്മ എന്ന് പറയുന്നത് നമ്മുടെ തിങ്കിങ്ങിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ കർമ്മ ഉണ്ടാകുന്നത് നമ്മുടെ തോട്ട്സിൽ നിന്നാണ്. അതിനുശേഷമാണ് നമ്മുടെ സ്പീച്ച്, അതിൽ നിന്ന് പിന്നെ നമ്മുടെ ആക്ഷൻസ്. അങ്ങനെ 3 തരത്തിൽ നമ്മുടെ കർമാസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പം നമ്മൾ കർമാസ് നെഗറ്റീവും പോസിറ്റീവും ക്രിയേറ്റ് ചെയ്യുന്നത് ഈ 3 തരത്തിലാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് മനസ്സിൽ തോന്നുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ സോൾ പേർപ്പസിന്റെ ഭാഗമാണ്. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അബ്രോഡ് പോയി പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സോൾ പേർപ്പസ് ഡയറക്റ്റ്ലി ആയിരിക്കില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു
സ്ഥലത്ത് പോയി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം നിങ്ങളുടെ സോൾ പർപ്പസിന് വേണ്ടി ഉള്ളതായിരിക്കും. കാര്യം നിങ്ങൾക്ക് അവിടെ ഒരുപാട് പേർപ്പസ് ക്ലിയർ ചെയ്യാനുണ്ടായിരിക്കും, കർമ്മ ക്ലിയർ ചെയ്യാനുണ്ടായിരിക്കും, പുതിയ പുതിയ കർമാസ് ഫോം ചെയ്യാനുണ്ടായിരിക്കും, നിങ്ങളുടെ സോൾ പേർപ്പസിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഓരോ ആഗ്രഹങ്ങളിലും നിങ്ങളുടെ സോൾ പേർപ്പസുകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് പിന്നീട് അത് റിവീൽ ആയി വരുന്നതും കൂടിയാണ്. നമുക്കിവിടെ അർജുനനെ ഗൈഡ് ചെയ്യുന്ന കൃഷ്ണന്റെ ഒരു ഇമേജാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ സറണ്ടർ ചെയ്യുക ഡിവൈനിൽ. നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് എല്ലാം ഡയറക്റ്റ്ലി ഡിവൈനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അവിടെ ട്രസ്റ്റ് ചെയ്യുക, സറണ്ടർ ചെയ്യുക, നിങ്ങൾ കൺട്രോൾ ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ലൈഫിൽ തന്നെ കൺട്രോൾ വെക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ പ്രോപ്പർ ഗൈഡൻസും നിങ്ങൾക്ക് അതിൻ്റെ സമയത്ത് ലഭിക്കും എന്നുള്ളതാണ്. സ്പെഷ്യലി ഈ ഒരു കാർഡ് വരുന്നത് നിങ്ങൾക്ക് വളരെയധികം ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ്, ഒരു പ്രൂഫായിട്ട് എടുക്കാം എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് തരുന്ന ഒരു കാർഡാണെന്ന് മനസ്സിലാക്കാം. കാരണം നിങ്ങൾ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ് ഈ ഒരു സമയത്ത്. മഹാവിഷ്ണുവിൻ്റെ ഒരു അനുഗ്രഹം, അതായത് സ്ഥിതി, നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിൽ ഏത് പ്രശ്നത്തിലാണ് നിങ്ങൾ ഉള്ളതെങ്കിലും ആ പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് മറികടന്ന് നിങ്ങൾക്ക് നല്ലൊരു പ്രോപ്പർ രീതിയിൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് അറിയേണ്ടതായിട്ടുള്ള ഒരു ഗൈഡൻസ്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ്, ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കോഴ്സസ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പിരിച്വൽ ഹീലിംഗ് സെഷൻസ് ആവശ്യമുണ്ട്, മെഡിറ്റേറ്റീവ് സെഷൻസ് എല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഗൈഡൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വാട്സപ്പിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. സോ ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.